ഹലോ ഗായ്സ്, എന്ത് കഥ? അപ്പോൾ പുതിയ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ദുബായിലേക്കുള്ളൊരു യാത്ര. അതൊരു വല്ലാത്തൊരു വൈബാണ് ഗൈസ്. അപ്പോൾ റോഡ് ട്രിപ്പ് ഞങ്ങൾ ദുബായിക്ക് പോകുന്നു. എവിടേക്ക്? ദുബായിലേക്ക്. അപ്പോൾ ദുബായിലേക്ക് പോകാനുള്ള എന്തെല്ലാം സാധനങ്ങൾ പറഞ്ഞാൽ, 1 പാസ്പോർട്ട്, 2 സൗദി വിസ, 3 UAE വിസ. ഇത് 3 മസ്റ്റായിട്ട് വേണം ഗൈസ്. അപ്പോൾ സൗദി വിസ ഫസ്റ്റ് ടൈം എടുക്കണവർക്ക് അവിടെ ബോർഡറിൽ ചെക്കിങ് ഉണ്ടാവും. എമിഗ്രേഷനിൽ സ്റ്റാമ്പ് അടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ, ഡയറക്റ്റ് പോകാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ സൽവാർ റോഡ് വഴി ഇങ്ങനെ ബോർഡറിലേക്ക് പോകുന്നു ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ ഖത്തർ ബോർഡറാണ് ഫസ്റ്റായിട്ട് വരുന്നത്. ഖത്തർ ബോർഡറിൽ ഇങ്ങനെ ഫാമിലിക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട്, പിന്നെ പുറത്ത് കൺട്രി സെപ്പറേറ്റ് ഉണ്ട്, GCC കൺട്രി സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയത് കൊണ്ട് ഞങ്ങൾ ഫാമിലി കൗണ്ടറിലേക്ക് കിടക്കുന്നു ഗൈസ്. അപ്പോൾ അവിടെ നമ്മുടെ പാസ്പോർട്ട് എക്സിറ്റ് സ്റ്റാമ്പ് അടിക്കുന്നു. അവിടുന്ന് അങ്ങനെ നേരെ ഒരു 100-150 കിലോമീറ്റർ പോയാൽ നമ്മുടെ സൗദി ബോർഡർ വരുന്നു. സൗദി ബോർഡർ നമ്മൾ ഫസ്റ്റ് പോയത് കൊണ്ട് സെക്കൻഡ് ടൈം ഡയറക്റ്റ് എൻട്രി ആയിരുന്നു. അവിടെ അവിടെ എൻട്രി അടിച്ചിട്ട് നേരെ ഉള്ളിൽ പോയി ഒരു 3-3.5 മണിക്കൂറില്ല, 350 കിലോമീറ്റർ ആകുമ്പോൾ നമ്മുടെ UAE ബോർഡർ എത്തി ഗൈസ്. അതാ വെൽക്കം ടു UAE. അപ്പോൾ UAE എത്തി. UAE പറഞ്ഞാൽ ബോർഡറിൽ നിന്ന് ഒരു 350 കിലോമീറ്റർ ഉണ്ട് ദുബായിലേക്ക്. അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് അവിടെ റെസ്റ്റ് എടുത്ത്, രാവിലെ വൈകുന്നേരം വരെ റെസ്റ്റ് എടുത്ത് വൈകുന്നേരം ഇറങ്ങാമെന്ന് പ്ലാനാക്കി. എവിടെ പോകുന്നൊരു ഡൗട്ട്. അപ്പോൾ നമ്മുടെ കാക്ക പറഞ്ഞു നമുക്ക് ഗ്ലോബൽ വില്ലേജിലേക്ക് പോകാം. അങ്ങനെ ഗ്ലോബൽ വില്ലേജിലേക്ക് കടന്ന് ഗൈസ്. എൻ്റെ മോനെ, ലൈറ്റിൻ്റെ ശല്യം അവിടെ. അതിൻ്റെ ഉള്ളിൽ പോയ പിന്നെ വേറെ എവിടെ പോണ്ട. എല്ലാ കൺട്രിയും അതിൻ്റെ ഉള്ളിലുണ്ട്. ജപ്പാൻ, UAE, ചൈന, കൊറിയ എല്ലാം അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ കുറേ കളിക്കുന്ന സാധനമെല്ലാം ഉണ്ട് ഗൈസ്. അങ്ങനെ ഒന്നിൽ ഞങ്ങൾ കയറി ഗൈസ്. എൻ്റെ മോനെ, അത് പോണ പോക്ക് കണ്ട മേലെ നോക്കുമ്പോൾ മൊത്തം UAE കാണും. അതിന് മേലെ എത്തിയിട്ട് അവൻ്റെ ഒരു കൗണ്ടിങ് ഉണ്ട്. 1 2 3 4 5. ആ 5 വരുമ്പോൾ എൻ്റെ മോനെ മനസ്സിൻ്റെ ഉള്ളിലൊരു കാളി പണ്ടാരടങ്ങും ഗൈസ്. എന്നിട്ട് അവിടുന്ന് താഴേക്ക് ഒരു വിടലുണ്ട്. ഇപ്പോൾ നോക്കിക്കോളി, ഒരു വിരലുണ്ട്. എൻ്റെ മോനെ, എല്ലാം പുറത്തേക്കാണ്ട് വരും. എൻ്റെ മോനെ, ഇപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ കളി നോക്കിക്കോളി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ കുറേ കളിക്കുന്ന സാധനങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. എല്ലാം അടിപൊളിയായിട്ട് കളിച്ച് ഇപ്പോൾ ഏട്ടൻ്റെ പ്രസംഗം കൊണ്ട് നോക്കിക്കോളി. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അതായത് വേൾഡ് ടൂർ അടിക്കാനാണ്. ഇതായത് ആദ്യം നമ്മൾ പോകുന്നു ജപ്പാനിൽ. അവിടെ നോക്ക്, ജപ്പാന്. ഇങ്ങോട്ട് നോക്ക്, തായ്ലാൻഡ്. അങ്ങോട്ട് നോക്ക്, കൊറിയ. അപ്പൊ നമുക്ക് UAE ഇങ്ങനെ അങ്ങനെ കടന്ന് ഞങ്ങളങ്ങനെ പുറപ്പെട്ടു ഗൈസ്. അപ്പോൾ റൂമിലേക്ക് പോകാനുള്ള പ്ലാന്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിശപ്പ്. അപ്പോൾ പിന്നും പ്ലാനിങ് സ്റ്റാർട്ടായി, എവിടെ പോവാന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാനാക്കി ജോലിബി പോവാന്ന്. അപ്പോൾ പോണ വഴിയിൽ നോക്കി ഗൈസ്, ബുർജ് ഖലീഫ കാണും, എല്ലാ ബിൽഡിങ്സ് എല്ലാം മൊത്തത്തിലും കണ്ട് ഗൈസ്. അങ്ങനെ ജോലിബീൻ്റെ അവിടെ പാർക്കിംഗ് ആക്കി ജോലിബിൻ്റെ ഉള്ളിൽ കയറി. അപ്പം നമ്മുടെ സപ്ലയർ കാക്ക വന്നു. വാ, കൊടുന്നില്ലേ ബർഗറെല്ലാം കൊടുന്നിട്ടാണ്ട് ഒരു ഇറക്കല്ലേ ഗൈസ്. ഇറക്കിയിട്ട് ഇവർ തിന്നാൻ വിടുമോ? ഇല്ല. എന്താ വീഡിയോസും ഫോട്ടോസും വായിലെല്ലാം വെള്ളം വരിക, എന്താ പയച്ചിട്ട് കണ്ണ് കാണില്ലേ. അങ്ങനെ തുടങ്ങി തിന്നാൻ ഗൈസ്. ഇപ്പോൾ തിന്നൽ തീറ്റ കണ്ടവന് ആക്രാന്ത തീറ്റ കൊണ്ട്. എന്നിട്ട് ശരിക്കും അടിച്ച് ഫുള്ളായിട്ട് തിന്നിട്ട് അങ്ങനെ ഒരു ഐസ്ക്രീം എല്ലാം തിന്ന് ജോലിബിന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഡേൻ്റെ എല്ലാ പരിപാടികൾ കഴിഞ്ഞ് പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പോവുക ഗൈസ്. പേർക്ക് പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് അങ്ങനെ നാളത്തെ പ്ലാൻ ആക്കണ്ട ഗൈസ്. എന്താ പറഞ്ഞാൽ ആകെപ്പാടെ കുറച്ച് ദിവസങ്ങളുള്ളൂ, അടിച്ച് പൊളിക്കണ്ട ഗൈസ്. ടൈമെല്ലാം മുഖ്യം ബിഗിലേ. അങ്ങനെ ഫസ്റ്റത്തെ ദിവസം കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ ഗൈസ്, സെക്കൻഡ് ഡേക്ക് സ്വാഗതം. സെക്കൻഡ് ഡേ സെയിം ആണ്. ഇറങ്ങി ഒരു 3 മണിക്ക് പുറത്തിറങ്ങി ഗൈസ്. അപ്പോൾ വീണ്ടും പ്ലാനിങ്, എവിടെ പോവാ. ദിവസം പ്ലാനിങ് ഒന്നുമില്ല, അങ്ങോട്ട് ഇറങ്ങാൻ തന്നെ മുന്നോട്ട്, വേറെ ഒന്നും നോക്കല്ല. അപ്പോൾ എന്താക്കി, മിറാക്കൽ ഗാർഡനിൽ പോവാന്നൊരു പ്ലാന്. അങ്ങനെ മിറാക്കൽ ഗാർഡനിൽ കയറി ഗൈസ്. പൂവിൻ്റെ ശല്യം,
പൂന്തോട്ടം. എൻ്റെ മോനെ എന്തെല്ലാം പൂക്കൾ, ജീവിതത്തിൽ കാണാത്ത പൂക്കളെല്ലാം ഇവിടെ കണ്ട്. ആനപ്പൂ കണ്ട, അയവ പൂവും ചെടിയും, എൻ്റെ മോനെ ഒരു രക്ഷയില്ല. അങ്ങനെ ടയർഡായിട്ട് ഇങ്ങനെ ഇരുന്നതാണ് ഗൈസ്. ഇരുന്നിട്ട് എണിച്ച് നോക്കുമ്പോൾ ഇവർ വിടണ്ട ഫോട്ടോഷൂട്ട്, ഈ പൂവിൻ്റെ അടുത്ത് ഫോട്ടോഷൂട്ട് തന്നെ ഗൈസ്. അങ്ങനെ പൂ ഒരു സൈഡിൽ നിന്ന് ചുറ്റാൻ തുടങ്ങി. നോക്കിയിട്ട് മരത്തിൻ്റെ അടിയിൽ കൂടെയല്ല, ഞങ്ങളുടെ നാട്ടിൽ പാലുള്ള പോലെയാണ് ഇവിടെ മരത്തിൻ്റെ ഡിസൈനെല്ലാം. അവിടെ മേലെ ഒരു കൊക്കര. എന്താ രസം. ഈ ഇടയിൽ ഈ ചെക്കന് വരും ഗൈസ്. ഒരു വീഡിയോ എടുക്കാൻ ഇവൻ വിടില്ല. കയ്യിലൊരു കുന്തം. കണ്ട പൂത്തൈകളെല്ലാം, എന്താ രസം. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിന്ന് വരാനുള്ള മനസ്സില്ല ഗൈസ്. അവിടെ തന്നെ സെറ്റിലാവും, അവിടെ കടന്നുറങ്ങാന്നുള്ള പ്ലാനാക്കി. പക്ഷെ എന്താക്കല്, 6 മണിക്ക് ശേഷം അവിടെ നിന്ന് ഓടിപ്പിക്കും. അതിനെ കൊണ്ട് ഇങ്ങനെ നിന്ന് ചുറ്റി മതിയായി ഗൈസ്. എന്തെല്ലാം ഉണ്ടാക്കിനി അവരൊന്നും നമുക്ക് തന്നെ അറിയില്ല. കാണുമ്പോൾ അറിയില്ല ഇതിലെല്ലാം ഇങ്ങനെല്ലാം ആക്കാൻ പറ്റുമോന്ന്. പാലസ്, ആന എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ആട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ചിന്തകളെല്ലാം വന്നു ഗൈസ്. അപ്പോൾ ഒന്ന് ഞങ്ങൾ നടക്കി. അപ്പം അതിനും മുഴുവില്ല, ചെക്കന്മാരനെ കൊണ്ട് ശല്യം ഗൈസ്. അങ്ങനെ നോക്കുന്നുണ്ട് ഗൈസ്, എമിറേറ്റ്സ് ഫ്ലൈറ്റും ഒരു പൂത്തയിലാക്കി. ഇവർ എന്ത് മനുഷ്യന്മാർ ഗൈസ്. അപ്പോൾ നമ്മുടെ 2ാമത്തെ ദിവസം ഫുള്ള് പൂത്തയിലായി ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് പോയി റെസ്റ്റ് എടുക്കണം. ഇനിയും പാർട്ട് 2 പാർട്ട് 3 ഉണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ നാളെ ആ വീഡിയോ കൊണ്ട് ഞങ്ങൾ വരലുണ്ട് ഗൈസ്. സ്റ്റേ ട്യൂൺ. ബൈ.